ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിതാ രാവിലെ മക്കളെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മളെ വാഴ കുലച്ചേമ വാഴ എന്താ പറയുക വാഴപ്പൂവ് നിൽക്കുന്നത് കണ്ടത് കേട്ടോ. അപ്പോൾ അത് ഉപ്പേരി വെക്കണമെന്ന് തോന്നി. ഞങ്ങളുടെ നാട്ടിൽ ഇത് തോരനായിട്ടാണ് യൂട്യൂബിൽ അടിച്ച് നോക്കിയപ്പോൾ ഇത് തോരനായിട്ട് കാണിക്കണത് കണ്ടു. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ അതിന് ഞാൻ തോരൻ എന്ന് വല്ലാതെ കേട്ടിട്ടില്ല, എന്നാൽ കേൾക്കാറില്ല കേട്ടോ. ഉപ്പേരി എന്നാണ് കൂടുതലായിട്ട് കോമൺ ആയിട്ട് കേൾക്കണത്, ഉപ്പേരി എന്നാട്ടാ. അപ്പോൾ അതാണ് നമ്മൾ അതൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് പൊട്ടിച്ചപ്പോൾ ഇതിന് പണ്ട് ഇതോ ഈ പൂവിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു സംഭവം ഇങ്ങനെ ഊമ്പി കുടിക്കുമ്പോൾ തേന് പോലെ കിട്ടിയിരുന്നു എന്ന് വിചാരിച്ച് ഞാനത് വെട്ടിയപ്പോൾ ഒന്നാകെ ഉറുമ്പ് മുഖത്തേക്ക് വന്നിട്ടാണ്. അപ്പോൾ നമ്മളത് ക്ലീനാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ചോപ്പറിൽ വെച്ച് നന്നായിട്ട് ചോറാക്കിയിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു മിക്സിയുടെ ജാറൊക്കെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതും ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കിഡ്നി ബീൻസ്. സംഭവം ഇതിന് കിഡ്നിയുടെ ആകൃതിയാണെന്ന് തോന്നുന്നുണ്ട്. കിഡ്നി ബീൻസ് എന്നുള്ള പേര് വന്നിട്ടുള്ള ലേശം. പക്ഷേ നമ്മളെ നാട്ടിലെ മമ്പയർ പോലെയൊക്കെ കാണുമ്പോൾ, പക്ഷേ പേക്ക് തുറന്ന് നോക്കിയപ്പോൾ ബോട്ടിൽ തുറന്നപ്പോൾ വലിയ വലിയ ബീൻസാട്ടാണ്. അപ്പോൾ ഞാനത് അങ്ങനെ ഇടുമ്പോൾ എനിക്കൊരു സുഖമില്ല. അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും കടുകും വേപ്പിലയും പിന്നെ ക്രഷ് ചെയ്ത് വെച്ച റെഡ് ചില്ലിയും പിന്നെ അതേപോലെ മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നമ്മളതൊന്നിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ മഞ്ഞളിൻ്റെ ഒക്കെ ആ സ്മെല്ലൊക്കെ മാറി കിട്ടുവോളം നമ്മളതൊന്നിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മളെ വാഴപ്പൂമ്പിൻ്റെ ആ വാഴപ്പൂവ് നമ്മൾ കഴുകിയിട്ട് ഒന്ന് വെള്ളം പിഴിഞ്ഞ് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരപ്പ് ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പച്ചമുളകും എന്താ പറയുക ചെറിയ ജീരകമൊക്കെ നമ്മൾ ആ കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വഴറ്റിയിട്ട് ആ തേങ്ങയൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായപ്പോൾ നമ്മളിതാ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ച നമ്മളെ വാഴപ്പൂവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടി മൂടി മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മളത് ആവി കൊള്ളിക്കാൻ വേണ്ടിയിട്ട് മൂടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് നമ്മളെ ബീൻസ് ഒന്ന് ചെറുതാക്കി എടുക്കാമെന്ന്. അപ്പോൾ ഞാനത് നമ്മളെ ബീൻസൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ടുണ്ട്. അങ്ങനെ വലുതായി കിടക്കുമ്പോൾ നമ്മൾ ചിലപ്പം കഴിച്ചെന്ന് വരില്ല. അപ്പോൾ അതാ ഞാൻ ബീൻസൊക്കെ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ ഉപ്പേരി അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അരിക്കിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഒക്കെ ഒന്ന് മിക്സാക്കി ഒന്ന് ആവി കൊള്ളിച്ചാൽ സംഭവം റെഡി. അപ്പോൾ ഇന്നെപ്പോലെ നിങ്ങളിത് കഴിച്ചിട്ട് ഇന്നെപ്പോലെ കഴിക്കാത്ത പോലെ ഒന്നും ഇല്ലായിരിക്കും നിങ്ങളും. പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ്. പണ്ടെങ്ങാണ്ടോ കഴിച്ച ഓർമ്മയിൽ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതേപോലെ വാഴയില്ലാത്തൊരു ചുരുക്കല്ലായിരിക്കും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമ്മൾ ചാനൽ കാണുകയാണെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.